Hey y'all! വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇന്ന് നമ്മൾ ട്രിപ്പ് പോവുകയാണ്. ഈ സ്ഥലത്തേക്ക് ഞാൻ മുന്നേ പോയിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ ഒരു ആഗ്രഹം നടന്നിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ആഗ്രഹം കൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ട്രെയിനൊക്കെ കയറി ബസ്സിലൊക്കെ കയറി അവിടെ എത്തി. നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ഉച്ച ടൈമിലാണ് എത്തിയത്. അപ്പോൾ ചേച്ചി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തി. അങ്ങനെ രാത്രി ഒരു 7 മണി 8 മണി സമയമൊക്കെ ആയപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോവുകയാണ്. അതേ ഗൈസ്, കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ തെയ്യം കാണാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ കണ്ണൂർക്ക് വന്നത്. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. 2 ദിവസം നമ്മൾ ഫുള്ളായി കാണുന്നുണ്ട്. പിന്നെ വൈറ്റ് ലൈറ്റ് ഒക്കെ വെച്ചത് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കല്യാണത്തിനൊക്കെ അത് കണ്ടിട്ടുള്ളൂ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ കണ്ടു. വെള്ളാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. ഈ പ്രോഗ്രാംസ് ഒക്കെ ജസ്റ്റ് കണ്ട് ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വേറൊരു പ്രോഗ്രാം കാണാനാണ്. കണ്ണൂർ പുത്തൂർ കുയിമ്പിൽ പള്ളിയാറ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, എന്താ ഇവരുടെ ഓർണമെന്റ്സ്, മേക്കപ്പ്, ഡ്രസ്സ്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. നമ്മളുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഉത്സവത്തിന് തെയ്യത്തിൻ്റെ വേഷമൊക്കെ കെട്ടി വരിക എന്നല്ലാതെ ഇങ്ങനെയൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. 3 ദിവസമായിട്ട് ഈ അമ്പലത്തിൽ കണ്ടിന്യൂസ് ആയി പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലാസ്റ്റത്തെ 2 ദിവസമാണ് മെയിൻ പരിപാടികളൊക്കെ നടക്കുന്നത്. അതും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ. ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് അനുഗ്രഹം കൊടുക്കലൊക്കെ ഉണ്ട്. മുത്തപ്പൻ്റെ അനുഗ്രഹം കൊടുക്കൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവരിത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു. എന്ത് ക്രിയേറ്റീവായിട്ട് എല്ലാതും ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ്. ഖണ്ഡകർണൻ, വിഷ്ണുമൂർത്തി, പേനപ്പൂതി, ഇങ്ങനത്തെ തിറകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് അതൊരു എക്സ്ട്രാ ബോണസ് പോലെ മുത്തപ്പനെ കാണാൻ പറ്റി. മുത്തപ്പനെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു വട്ടം മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പറശ്ശിനിക്കടവ്. പക്ഷെ അത് വളരെ ചെറുപ്പത്തിലാണ്. അന്ന് മുത്തപ്പനെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നേ ഇല്ല. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര എന്താ പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫീല്. മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങാനൊക്കെ പറ്റി. എന്നോടിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് അനുഗ്രഹിച്ചു. എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളോടാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം നേരം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അപ്പുറത്തൊന്നും ഇങ്ങനെ നോക്കുമായിരുന്നു, എന്താണ് ഇത്ര നേരം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഓരോ സൈഡിൽ ഇരുന്നിട്ട് ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുക ആണ് സംഭവം. അപ്പോൾ ഓരോ സൈഡിലും ഓരോ ആൾക്കാരുണ്ട്, ഓരോ ദൈവങ്ങളുണ്ടാവും. അവര് നമുക്ക് ആരുടെ അടുത്ത് പോയിട്ടാണോ അനുഗ്രഹം വാങ്ങിക്കേണ്ടത് അവരുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കുക. അങ്ങനെയാണ് ഇത്. പിന്നെ അത് കൂടാതെ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഓരോ പ്രോഗ്രാംസ് ഇതുപോലെ ഓരോ വെള്ളാട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാ പ്രോഗ്രാംസും ഒരു 1.5 മണിക്കൂറാണ് ഉണ്ടാവുക. ഇതിങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഓരോ പ്രോഗ്രാമിഷാണ് നടക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് അടുത്ത നടക്കുക. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത് ടൈം തീരെ ലാഗാക്കാതെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പ്രോഗ്രാംസ് അതിൻ്റെതായ രീതിയിൽ ലാഗാവുന്നുണ്ടായിരുന്നു. നമ്മൾ വെള്ളാട്ട് കുറച്ച് നേരമൊക്കെ കണ്ടുള്ളൂ. കണ്ടിട്ട് വേഗം പോന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ 12 മണി 12:30 1 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും 3:30 4 മണി ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും എണീറ്റ് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം വന്ന് കിടന്നുറങ്ങാന്ന് വെച്ചു. പിറ്റേ ദിവസം രാവിലെ പുലർച്ചെയാണ് നമുക്ക് മെയിൻ പരിപാടികൾ. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.